നമ്മുടെ ഫോണിൻ്റെ ബോക്സ് ലുക്ക് ഇതാണ്. ജസ്റ്റ് ഹെലോ മോട്ടോ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു പാക്കിംഗ് ആണ്. ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ബോക്സ് തുറക്കുമ്പോൾ നമ്മുടെ ഫോണും അതുപോലെ തന്നെ നമ്മുടെ കേസും ഓൾറെഡി അതിലിട്ടിട്ടുണ്ടാവും. എല്ലാ ഫോണും കേസ് സെപ്പറേറ്റ് ആണ് വരുന്നത്. പക്ഷേങ്കിൽ ഇവരെന്താണെന്ന് അറിയില്ല, ഓൾറെഡി അത് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ലുക്ക് ഈ ഒരു കളറിലാണ്. നല്ലൊരു മാറ്റ് ലുക്കാണ്. അത്യാവശ്യം നമ്മുടെ ഇത് കണ്ടില്ല, കേസ് ഞാൻ ഒഴിവാക്കി. അപ്പോൾ ഫോണിൻ്റെ ബോഡി എന്ന് പറയുന്നത് മെറ്റൽ ബോഡിയാണ്. അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി സൂപ്പറാണ്. ജസ്റ്റ് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ മോട്ടോയുടെ എല്ലാ ഫോണും തുറക്കുന്നത് പോലെ അവരുടെ ലോഗോയും അതുപോലെ തന്നെ അവരുടെ ആ സൗണ്ട്, ഹെലോ മോട്ടോ എന്നുള്ള സൗണ്ടും ഉണ്ട്. അപ്പോൾ ഹൈലോ സ്ക്രീനൊക്കെ സെറ്റ് ചെയ്യാണ്ട് അതവിടെ നിൽക്കട്ടെ. നമുക്ക് ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ജസ്റ്റ് ബോക്സ് തുറന്ന് നോക്കുമ്പോൾ അതിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അത് 2 ഭാഷകളിലായിട്ടാണ്. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് അതൊന്ന് മാറ്റി വെച്ചു. പിന്നെ ഒരു സിം ഇജക്ടർ ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഫോണിൻ്റെ കൂടെ 15 വാട്ട് ചാർജർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കേബിൾ സി ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ഫോണിലേക്ക് വരാം. ഫോണിപ്പോൾ ഞാൻ ഗൂഗിൾ ID ഒക്കെ വെച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി പാസ്വേഡ് കൊടുക്കാനുണ്ട്. നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് ഫോൺ ഓണായി വരുമ്പോൾ ഈ ഒരു സ്ക്രീനാണ് കിട്ടുന്നത്. അത്യാവശ്യം നല്ലൊരു വീതിയുള്ള ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ക്യാമറ നോച്ചല്ല, ജസ്റ്റ് പഞ്ച് ഹോൾ ക്യാമറയാണ്. ഞാനിപ്പോൾ സെറ്റിങ്സ് ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ കോൺഫിഗറേഷൻസ് നോക്കാം. കണ്ടില്ലേ, സ്റ്റോറേജ് വരുന്നത് 128 GB ആണ്. അതുപോലെ തന്നെ നമുക്ക് റാം ബൂസ്റ്റ് ഉണ്ട് ഇതിൽ. ഏകദേശം റാം ബൂസ്റ്റ് വരുന്നത് 8 GB റാമും 4 GB നമുക്ക് ആഡ് ചെയ്യാൻ കൂടി കഴിയും. അങ്ങനെ 12 GB റാം നമുക്ക് ഉപയോഗിക്കാം. ഇത് കണ്ടില്ലേ, നമുക്ക് റാം സൈസും കാര്യങ്ങളൊക്കെ ഇതിൽ കാണുന്നുണ്ട്. ഏകദേശം ഫോണിൽ NFC സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഡുവൽ സിം ഉണ്ട്. കൂടാതെ നമുക്ക് മെമ്മറി കാർഡിനുള്ള ഒരു സ്ലോട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി തന്നെ ചെക്ക് ചെയ്യാം. ഇതുണ്ടല്ലേ, അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് മോട്ടോപ്ലയുടെ G24 എന്ന ഈ ഫോണ് അത്യാവശ്യം നല്ലൊരു ഫോണാണെന്ന് നമുക്ക് പറയാം. നമ്മുടെ വീഡിയോ ക്വാളിറ്റി ഒക്കെ അപാരമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സൗണ്ട് വരുന്നത് ഡോൾബി അറ്റ്മോസ് എന്ന ഫീച്ചർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു സൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ബാക്കിൽ വരുമ്പോൾ നമുക്ക് 50 MB ക്യാമറ പ്ലസ് 2 MB ക്യാമറയാണ്. അപ്പോൾ കുറച്ച് ആഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആപ്ലിക്കേഷൻസ് ഇൻബിൽഡായിട്ട് ആഡ്സിൻ്റെ ആപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ക്യാമറ ഒന്ന് ചെക്ക് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു ക്യാമറയാണ് ഈ ഒരു ഫോണിൽ മോട്ടോറിൽ നമുക്ക് തരുന്നത്. കണ്ടില്ല, ഓക്കെ, നല്ലൊരു ഫോട്ടോയാണ്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറ ഒന്ന് ചെക്ക് ചെയ്യാം. ഫ്രണ്ട് ക്യാമറയും അത്യാവശ്യം നല്ലൊരു ഫോട്ടോ തരുന്ന ഒരു ക്യാമറ തന്നെയാണ്. ഓക്കെ,
അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിന് ബാറ്ററി വരുന്നത് 5000 mAh ആണ്. ഈ ഒരു ഫോണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് നോണിൽ നിന്നാണ്, സൗദി അറേബ്യയിൽ നിന്ന്. മിഡിൽ ഈസ്റ്റ് വേർഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് പ്രൈസ് വന്നത് 8000 രൂപയാണ്. അത്യാവശ്യം നല്ലൊരു ഫോണാണെന്ന് തന്നെ പറയാം.